ഉണ്ണികൃഷ്ണൻ ഒരു 1.5 പതിറ്റാണ്ട് കാലത്തെ ടെസ്റ്റ് കരിയറിന് വിരാമം കുറിച്ചുകൊണ്ട് കോഹ്ലി ഈ ടെസ്റ്റ് ക്രിക്കറ്റ് മൈതാനത്ത് നിന്ന് ബാറ്റും പാഡുമായി തിരികെ മടങ്ങുന്ന ആ ഒരു ദൃശ്യം ഏതൊക്കെ ചരിത്രങ്ങളാണ് ഓർക്കാനുള്ളത്? തീർച്ചയായും 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ വിരാട് കോഹ്ലി ടെസ്റ്റിൽ അരങ്ങേറുന്നത്. അതിനുശേഷം നീണ്ട 14 വർഷം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 14 വർഷം എന്ന് പറയുന്നത് വളരെ ദീർഘമായ ഒരു കരിയർ തന്നെയാണ്. 14 വർഷം മികച്ച പ്രകടനങ്ങൾ പല മത്സരങ്ങളിലായി വിരാട് കോഹ്ലി കാഴ്ചവെക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കൂടാതെ നായകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വിജയിപ്പിച്ച ഒരു താരം എന്ന നിലയിലും വലിയ റെക്കോർഡ് വിരാട് കോഹ്ലിയുടെ ഭാഗത്തുണ്ട്. കൂടാതെ 7 ഇരട്ട സെഞ്ചുറികളാണ് വിരാട് കോഹ്ലിക്ക് ഉള്ളത്. കൂടാതെ 31 അർദ്ധ സെഞ്ചുറികളും 30 സെഞ്ചുറികളും വിരാട് കോഹ്ലിയുടെ ആയിട്ടുണ്ട്. കൂടാതെ 123 ടെസ്റ്റുകളാണ് വിരാട് കോഹ്ലി കളിച്ചിട്ടുള്ളത്. അതിൽ 9230 റൺസാണ് വിരാട് കോഹ്ലിയുടെ സമ്പാദ്യം. ആ രീതിയിൽ മികച്ച ഒരു പ്രകടനം എല്ലായിടത്തും എല്ലാ മേഖലകളിലും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഭാഗമായി തന്നെ വിരാട് കോഹ്ലി ടീമിനായി സംഭാവന ചെയ്ത ഒരു താരം എന്ന രീതിയിൽ തന്നെ വിലയിരുത്തലുണ്ട്. എന്തായാലും 2 സുപ്രധാനമായ താരങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 2 താരങ്ങൾ തന്നെയാണ് ഈ കഴിഞ്ഞ അടുത്തടുത്ത ദിവസങ്ങളിലായി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് എന്നതും കൂടി ഇതിനൊപ്പം ചേർത്ത് പറയേണ്ട കാര്യമാണ്. നേരത്തെ രോഹിത് ശർമ്മ വിരമിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വിരാട് കോഹ്ലിയും വിരമിക്കുന്നത്. ഈ 2 താരങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണ് എന്ന രീതിയിലെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന 2 താരങ്ങൾ തന്നെയാണ്. എന്തായാലും വിരാട് കോഹ്ലി ഇനിയിപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഏകദിനത്തിൽ മാത്രമാകും ഉണ്ടാകുക. നേരത്തെ T20 മത്സരിച്ച് അല്ലെങ്കിൽ കളിച്ച് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ ആണ് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര കരിയറിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നു എന്നൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നത്. എന്തായാലും വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് വിരാട് കോഹ്ലിയുടെ വിടവാങ്ങൽ വലിയ രീതിയിൽ തന്നെ ടീമിനെ സംബന്ധിച്ച് വലിയൊരു വിടവ് തന്നെയാകും എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കൂടാതെ കഴിഞ്ഞ 5 വർഷത്തെ കരിയർ നോക്കുകയാണെങ്കിൽ അത്ര ശോഭകരമല്ല അല്ലെങ്കിൽ ശുഭകരമല്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു വിരാട് കോഹ്ലിയുടെ കരിയർ എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു റൺ റേറ്റോ അല്ലെങ്കിൽ ആ രീതിയിൽ മികച്ച പ്രകടനങ്ങളോ ഒന്നും എടുത്തു പറയാനായി വിരാട് കോഹ്ലിയെ സംബന്ധിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ഫോം എന്ന രീതിയിൽ തന്നെ മികച്ചൊരു പ്രകടനം എല്ലാ മേഖലയിലും കാണാൻ കഴിഞ്ഞില്ല എന്നതും ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം ബോർഡർ ഗവാസ്കർ ട്രോഫി അടക്കമുള്ള സീരീസുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നും ഒരു മികച്ച പ്രകടനം ഉണ്ണിയിലേക്ക് തിരികെ എത്താം. ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരിക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള തീരുവ യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അതേ തുടർന്ന് ഓഹരി വിപണികളിലെല്ലാം വലിയ ഉണർവുണ്ടായിരിക്കുന്നു. ചൈന അമേരിക്ക തീരുവ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഓഹരി വിപണികളിൽ വലിയ ഉണർവുണ്ടായിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം നമ്മുടെ സാമ്പത്തിക മേഖലയിലും വന്നേക്കാം. ഒരുപക്ഷെ സ്വർണത്തിന് വില കുറയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ ഇല്ലയോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചൈന അമേരിക്ക തീരുവ യുദ്ധം അവസാനിച്ചതോടുകൂടി വരുന്നു. ആ വാർത്തയിലേക്ക് നമ്മൾക്ക് വരാം. വിരാട് കോഹ്ലിയെ കുറിച്ച് സൂചിപ്പിച്ചോളൂ ഉണ്ണി, തുടർന്നോളൂ. അതായത് ആ തുടരുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുമായിട്ടുള്ളൊരു ടെസ്റ്റ് പരമ്പര വരാനിരിക്കെ വിരാട് കോഹ്ലി കൂടി ഇല്ലാതാവുമ്പോൾ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കളിക്കാരുടെ സാന്നിധ്യമില്ലാതെയാകും ഇന്ത്യക്ക് കളിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ BCCIക്ക് പോലും വിരാട് കോഹ്ലിയെ കുറച്ച് നാളത്തേക്ക് കൂടി ഒന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആ രീതിയിൽ വലിയ രീതിയിലുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. വിരാട് കോഹ്ലി നിലനിർത്താനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടെന്നതാണ് ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. നേരത്തെ ഈ ഇംഗ്ലണ്ട് പര്യടനമാണ് ഇനിയുള്ളത്. അടുത്ത മാസമാണ് ഇംഗ്ലണ്ട് പര്യടനം വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ ആ ടീം പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി തന്നെ വിരാട് കോഹ്ലി BCCIയോട് അഭ്യർത്ഥിച്ചതായാണ്, തന്നെ ടീമിൽ ഉൾപ്പെടുത്തരുതെന്ന രീതിയിൽ അഭ്യർത്ഥിച്ചതായാണ് ഒരു വിവരം. വിരമിക്കൽ സന്നദ്ധത അറിയിച്ചിരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ BCCI സംബന്ധിച്ച് പരിചയസമ്പന്നനായ ഒരു താരം, ആ താരത്തിന്റെ അഭാവം അത് എങ്ങനെയാണ് നികത്താനാവുക എന്നത് വലിയൊരു വെല്ലുവിളിയായി തന്നെ മനസ്സിലാകും. കൂടാതെ വിദേശ മണ്ണാണ് ഇന്ത്യയിലെല്ലാം മത്സരം നടക്കുക. അപ്പോൾ വിദേശ മണ്ണിൽ പരിചയസമ്പന്നരായ താരങ്ങൾ ഇല്ലെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ടീമിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കാം എന്നതെല്ലാം തന്നെ BCCI സംബന്ധിച്ച് ഒരു വലിയൊരു ബുദ്ധിമുട്ടാകും. അത് ഒരു താരമല്ല, 2 പേരാണ്, 2 നിർണായകമായ താരങ്ങളാണ്. ഒന്ന് നായകനായിരുന്നു. കൂടാതെ നായകൻ എന്ന രീതിയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ നെടുന്തൂണായ ഒരു താരം കൂടി വിരമിക്കുമ്പോൾ അത് ആ രീതിയിൽ ടീമിനെ ബാധിക്കാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ 2 താരങ്ങൾക്കും പകരക്കാരായി സമർത്ഥരായ അല്ലെങ്കിൽ ആ രീതിയിൽ മികച്ച പരിചയസമ്പന്നതയുള്ള താരങ്ങളെ നോക്കുകയാണെങ്കിൽ ടീമിൽ അത് എങ്ങനെയാകും അത് പരിഹരിക്കാനാകും എന്നത് BCCI സംബന്ധിച്ച് വളരെ വലിയ വെല്ലുവിളിയായുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഇംഗ്ലണ്ട് പര്യടനം ഏറ്റവും നിർണായകമായ ഒരു സീരീസ് തന്നെയാണ് ഈ ഇന്ത്യയെ സംബന്ധിച്ചുള്ളത്. അത് BCCI സംബന്ധിച്ച് അതിൽ ടീമിൽ പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ 2 താരങ്ങളുടെ അഭാവം അത് നിഴലിക്കാത്ത രീതിയിൽ പകരക്കാരെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായുള്ളത്. കൂടാതെ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടീമിനെ സംബന്ധിച്ച് 14 വർഷത്തെ
പോരാട്ടത്തിനിടയിൽ ഏറ്റവും മികച്ച രീതിയിൽ ടീമിനെ നയിച്ച ഒരു താരമെന്ന ഒരു വിശേഷണം കൂടിയുണ്ട്. നായകൻ എന്ന നിലയിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച്, കൂടാതെ 2018-19 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പരമ്പര വിജയം നേടുന്നു. ആ രീതിയിലെല്ലാം തന്നെ പല റെക്കോർഡുകളെല്ലാം തന്നെ വിരാട് കോഹ്ലിക്കുണ്ട്. കൂടാതെ വിദേശ മണ്ണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ പോലും ഇന്ത്യയിൽ മികച്ച മത്സരങ്ങളിൽ വിജയിക്കാനായി കഴിഞ്ഞു വിരാട് കോഹ്ലിയുടെ നായകത്വത്തിൽ. അങ്ങനെ ആ രീതിയിലെല്ലാം തന്നെ വളരെ വലിയ റെക്കോർഡുകളെല്ലാം തന്നെ ഉള്ളൊരു താരം തന്നെയാണ്. എന്തായാലും വിരാട് കോഹ്ലി എന്ന താരം കിരീടം അഴിച്ചു വെച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് പറയുന്നത്. കായിക ഭാഷയിൽ പറഞ്ഞാൽ കിങ് കോഹ്ലി കിരീടം അഴിച്ചു എന്ന വിശേഷം തന്നെയാകും ഏറ്റവും പ്രധാനമായും, അല്ലെങ്കിൽ ഏറ്റവും അവിടെ ചേരുക എന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്. MS